കണയന്നൂർ, കൊച്ചി, കുന്നത്തുനാട്, ആലുവ, പറവൂർ എന്നീ താലൂക്കുകളെ ഉൾപ്പെടുത്തി എറണാകുളം ജില്ല എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത് 1958 ഏപ്രിൽ 1-നാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. 1957 കേരള ഫൈൻ ആർട്സ് ഹാളിൽ മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരമൊരാശയം ഉരുത്തിരിഞ്ഞത്. സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ഈ ചർച്ചയിൽ പങ്കാളിയായി. എറണാകുളം എന്ന നാമത്തിന്റെ ഉത്ഭവത്തെ ചൊല്ലി ഐതിഹ്യസ്പർശിയായ പരാമർശങ്ങളുണ്ട്. ഇറങ്ങിയാലെന്ന ഒരുതരം ചേരിൽ നിന്നാണ് ഈ പദമുണ്ടായതെന്ന് കോമാട്ടിൽ അച്യുതമേനൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പരമശിവനെ ഇറയനാർ എന്ന് വിളിച്ചിരുന്നു. കേരളത്തിലും ഇത് ആവർത്തിക്കപ്പെട്ടു. പിന്നീട് ഇറയനാർ എറണാകുളമായതാണെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. AD 1342 1347 ഇടയ്ക്ക് കേരളത്തിന്റെ തീരദേശങ്ങളിൽ സഞ്ചരിച്ച ഇബ്നു ബത്തൂത്ത എന്ന സഞ്ചാരി കൊച്ചിയെപ്പറ്റി സാന്ദർശികമായി പോലും സൂചിപ്പിക്കുന്നില്ല. കൊച്ചി എന്ന സംജ്ഞ രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലാണ്. ചെറിയ എന്നർത്ഥത്തിൽ കൊച്ച്, നദീമുഖം എന്നർത്ഥത്തിൽ ആഴി. AD 1405 പെരുമ്പടപ്പ് ആസ്ഥാനമായ മഹോ ഉദയപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റി. തുടർന്ന് അദ്ദേഹവും പിന്മുറക്കാരും കൊച്ചി രാജാക്കന്മാർ എന്നറിയപ്പെട്ടു. കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ശത്രുത വളർന്ന കാലമായിരുന്നു 15-ാം നൂറ്റാണ്ട്. കോഴിക്കോട് ഇടം കിട്ടാതെ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസുകാർ ഈ രണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ശത്രുത മുതലെടുക്കുവാൻ തീരുമാനിച്ചു. കൊച്ചി രാജാവുമായി സൗഹൃദത്തിലായ പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് വേണ്ട സകല സഹായങ്ങളും അദ്ദേഹം നൽകി. പാണ്ഡികശാല കൊച്ചിയിൽ തുറക്കാനും രാജാവ് അവരെ അനുവദിച്ചു. കൊച്ചി രാജാവിന്റെ പ്രവൃത്തിയിൽ ക്ഷുഭിതനായ സാമൂതിരി യുദ്ധസന്നാഹത്തോടെ കൊച്ചിയിലെത്തി. പിന്നീടുണ്ടായ യുദ്ധത്തിൽ കൊച്ചി രാജാവ് തോറ്റെങ്കിലും പോർച്ചുഗീസിൽ നിന്ന് കൊച്ചിയിൽ യഥാസമയത്തെത്തിയ പടക്കപ്പൽ അദ്ദേഹത്തിന് രക്ഷയായി. സാമൂതിരി പരാജയപ്പെട്ടു. പിന്നീടുള്ള വർഷങ്ങളിൽ പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം വഷളായി. 1663 ഡച്ചുകാരുടെ സഹായത്തോടെ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരെ കൊച്ചി ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും ശക്തനും പ്രതാപശാലിയും ശക്തൻ തമ്പുരാനായിരുന്നു. അദ്ദേഹം രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ചേന്ദമംഗലം സ്വദേശികളായ പാലിയത്തച്ഛന്മാരാണ് 150 വർഷത്തോളം കൊച്ചി രാജാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരായി സേവനമനുഷ്ഠിച്ചത്. 1800 ബ്രിട്ടീഷുകാർ കൊച്ചിയുടെ ഭരണമേറ്റെടുത്തു. അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുത്തുകൊണ്ടായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ തുടർന്നുള്ള ഭരണം. വിവിധ മതവിശ്വാസങ്ങളിൽപ്പെട്ടവരുടെ മൈത്രിയും സഹവർത്തിത്വവുമാണ് കൊച്ചിയുടെ മഹിമകളിലൊന്ന്. ക്രൈസ്തവരും ജൂതരും മുസ്ലിങ്ങളും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായവുമായി ഐക്യത്തിൽ കഴിയാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ഇവരിൽ ജൂത സമുദായത്തിൽപ്പെട്ടവരുടെ എണ്ണം തീരെ കുറഞ്ഞു പോയിട്ടുണ്ട്. AD 52 സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി 7 സ്ഥലങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. AD 1555 1601 ഇടയിലുള്ള കാലത്താണ് മട്ടാഞ്ചേരി ജൂതർക്കായി ഒരു നഗരം രൂപം കൊണ്ടത്. അന്നത്തെ കൊച്ചി രാജാവായിരുന്ന കേശവരാമവർമ്മ ഇതിനായി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും ഇടപ്പള്ളിയിലുമുള്ള മുസ്ലിം പള്ളികൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ 500 വർഷം പഴക്കമുള്ള കൽവാത്തിപ്പള്ളി കൊച്ചിയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ചിരുന്ന അറബികളുടെ സംഭാവനയാണ്. കൊച്ചിയുടെ നഗരപ്രാന്തങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻ വംശജരും ജൈനരും സിഖുകാരും കാലങ്ങളായി ഒത്തൊരുമിച്ച് ജീവിച്ചു പോരുന്നു. എറണാകുളം ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും കൊണ്ടും സമ്പന്നമാണ്. വേമ്പനാട്ടുകായലും കൊടുങ്ങല്ലൂർ കായലും കൂടാതെ പെരിയാറും മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും ജില്ലയെ ജലസമൃദ്ധമാക്കുന്നു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും വികസനത്തിനും യാത്രാ സൗകര്യത്തിനും ജനങ്ങൾ കൂടുതലായി ഇവയെ ആശ്രയിക്കുന്നു. ഗോശ്രീയും വാരാപ്പുഴ പാലം പോലെയുള്ള കൂറ്റൻ പാലങ്ങൾ വന്നതോടെ ജലഗതാഗതത്തിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ആകർഷണമാണ് കൊച്ചി കായലിലൂടെയുള്ള ബോട്ട് യാത്ര. കാലവർഷം എറണാകുളം ജില്ലയെ മുറതെറ്റാതെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മഴയുടെ അളവ് തീരെ കുറയുക പതിവില്ല. കണ്ടൽക്കാടുകൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും ധാരാളമായിട്ടുണ്ട്. 465 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കണ്ടൽക്കാടുകൾ. കോടനാട്, കോതമംഗലം ഭാഗങ്ങളിൽ പരിസ്ഥിതി മിക്കവാറും സുസ്ഥിരമാണ്. നെല്ലും തേങ്ങയും കൂടാതെ നാണ്യവിളകൾക്കും ജില്ലയിൽ ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. പൈനാപ്പിൾ ഏറ്റവും അധികം വിളയുന്ന കേരളത്തിലെ ഏക പ്രദേശം വാഴക്കുളം.
തട്ടേക്കാട്, മംഗളവനം എന്നീ പക്ഷി സങ്കേതങ്ങൾ വംശനാശം നേരിടുന്ന പക്ഷികൾക്കായുള്ള അഭയകേന്ദ്രങ്ങളാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സുഗന്ധവിജ്ഞാന വ്യാപനത്തിന്റെ കേന്ദ്രമായിരുന്നു കൊച്ചി. അതിനാൽ യവനർ യഹൂദർക്കും സിറിയക്കാർക്കും അറബികൾക്കും ചൈനക്കാർക്കുമിടയിൽ പുരാതന കാലം മുതൽ കൊച്ചി അറിയപ്പെട്ടിരുന്നു. 1341 കൊടുങ്ങല്ലൂരിലുണ്ടായ പെരിയാർ വെള്ളപ്പൊക്കത്തിൽ മുസിരീസ് തുറമുഖം നശിക്കുകയും പിന്നീട് വാണിജ്യ കേന്ദ്രമെന്ന നിലയിലേക്ക് കൊച്ചി ഖ്യാതി നേടുകയും ചെയ്തു. 15-ാം നൂറ്റാണ്ടിൽ കൊച്ചി സന്ദർശിക്കുന്ന കാലഘട്ടത്തിൽ ചൈനീസ് ഗായകൻ മാ ഹുവാൻ എഴുതിയ പുസ്തകങ്ങളിൽ കൊച്ചിയുടെ പഴക്കത്തെക്കുറിച്ച് രേഖകളുണ്ട്. 1440 കൊച്ചി സന്ദർശിച്ച ഇറ്റാലിയൻ യാത്രക്കാരനായ നിക്കോളോ ഡാ കോണ്ടി എഴുതിയ രേഖകളിലും കൊച്ചിയുണ്ട്. പല ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ചേര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കൊച്ചി രാജവംശത്തിന് മുൻഗാമിയുണ്ടായി. രാജ്യത്തിന്റെ ഭരണ പാരമ്പര്യവും പ്രദേശം ഭരിച്ചിരുന്ന കുടുംബവും തദ്ദേശീയ നാടകത്തിലെ പെരുമ്പടപ്പ് ഭരണാധികാരികൾ എന്നറിയപ്പെട്ടു. 18-ാം നൂറ്റാണ്ട് മുതൽ പ്രധാന രാജ്യം കൊച്ചി രാജഭരണത്തിന്റെ തലസ്ഥാനമായി. തുടർന്ന് നിലവിൽ കൊച്ചി നഗരവും അടുത്തുള്ള പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന മേഖലയിൽ കൊച്ചി രാജാവ് മാത്രമേ അധികാരത്തിലുള്ളൂ. പോർച്ചുഗീസ് നാവികനായ പെഡ്രോ അൽറസ് കബാല 1500 കൊച്ചിയിൽ ആദ്യമായി യൂറോപ്യൻ കുടിയേറ്റം സ്ഥാപിച്ചു. 1503 മുതൽ 1663 വരെ ഫോർട്ട് കൊച്ചി കോട്ടയുടെ ഭരണം പോർച്ചുഗലിനായിരുന്നു. എറണാകുളം എന്നാണ് ഈ ജില്ലയുടെ നാമമെങ്കിലും കൊച്ചി എന്ന മഹാനഗരത്തിന്റെ അപരനാമധേയമായാണ് ഇവിടം ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ വ്യാവസായിക വിനോദസഞ്ചാര തലസ്ഥാനമെന്നും കൊച്ചി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന കൊച്ചിയിൽ അന്താരാഷ്ട്ര തുറമുഖവും അന്താരാഷ്ട്ര വിമാനത്താവളവുമുണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ കപ്പൽ നിർമ്മാണശാല കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി തുറമുഖം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലിയ 2ാമത്തെ തുറമുഖമാണ്. കൊച്ചിയിലെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ദേശീയപാതകൾ സംഗമിക്കുന്ന സ്ഥലമെന്ന പ്രത്യേകതയും എറണാകുളത്തിനുണ്ട്. ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽവേയും മധ്യ തിരുവിതാംകൂറിലൂടെയുള്ള റെയിൽപാതയും കൂടിച്ചേരുന്നത് എറണാകുളത്ത് വെച്ചാണ്. കേരളത്തിലുള്ള ഏറ്റവും പ്രമുഖമായ വ്യവസായശാലകളിൽ പലതും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോയും കൊച്ചിയിലാണ്. എറണാകുളം ജലഗതാഗതത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ്. ആലപ്പുഴ, കോട്ടയം, വേമ്പനാട് കായലിന്റെ പ്രധാന തീരപ്രദേശങ്ങൾ എന്നിവയുമായി ബോട്ട് മാർഗമുള്ള യാത്രാ ചെലവ് ചുരുങ്ങിയതും വിനോദകരവുമാണ്. ഇന്നിപ്പോൾ ലുലു മാളും കൊച്ചി മെട്രോയുമൊക്കെ എറണാകുളത്തെ വൻകിട നഗരങ്ങളോടൊപ്പം നിൽക്കുവാൻ പര്യാപ്തമാക്കി.